ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രണയിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് നിങ്ങൾ ആൺകുട്ടികൾ ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി അവളുടെ ഉള്ളിൽ എന്തായിരിക്കും തുടങ്ങി ഗേൾസിന്റെ ചില സൈക്കോളജിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആൺകുട്ടികൾ ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണ് എന്ന് നിങ്ങളുടെ ഒരു നോട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടി ആദ്യം ഈ ഒരു കാര്യം മനസ്സിലാക്കും. എന്നാൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒന്നും അറിയാത്ത ഒരു പൊട്ടിക്കുട്ടിയെ പോലെ ആയിരിക്കും അവൾ വന്ന് നിൽക്കുക. അത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രണയം അവൾ മനസ്സിലാക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും അറിയരുത്. അതിനു വേണ്ടിയിട്ടാണ് ഒന്നും അറിയാത്തൊരു പഞ്ചപാവത്തിനെ പോലെ അവൾ വന്ന് നിൽക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നോട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പെരുമാറ്റം, അതിൽ നിന്നും ആദ്യം തന്നെ പെൺകുട്ടികൾക്ക് ഈ ഒരു കാര്യം വായിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ട്. നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ അവരോട് പെരുമാറുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതൊന്നും ഒരിക്കലും അറിയാത്ത ഭാവത്തിലായിരിക്കും ആ ഒരു പെൺകുട്ടി നിങ്ങളോട് സംസാരിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് ഒരു പെൺകുട്ടിക്ക് അവളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്നുള്ളൊരു വാശി വരികയാണ്. അതായത് അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ആവശ്യം ഉണ്ട്, അത് അവൾക്ക് വേണം അല്ലെങ്കിൽ അത് അവൾ നേടിയെടുക്കും എന്നുള്ളൊരു കാര്യം ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്ത് വാശി കാണിക്കാനും പെൺകുട്ടികൾ റെഡിയായിരിക്കും. അതായത് ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സംഭവം നടക്കുന്നത് വരെ ആ ഒരു വാശി അവൾക്ക് കിട്ടണം, അവൾക്ക് ആ കാര്യം വേണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതറ്റം വരെ പോകാനും പെൺകുട്ടികൾ എപ്പോഴും റെഡിയായിരിക്കും. ആൺകുട്ടികളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യത്തിന് പെൺകുട്ടികൾക്കായിരിക്കും കുറച്ച് വാശി കൂടുതൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാരേജ് ആണെങ്കിൽ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ അതൊന്നും സമ്മതമല്ല. ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു പുരുഷനെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണ് എങ്കിൽ ആ ഒരു പുരുഷനെ കിട്ടാൻ വേണ്ടിയിട്ട് അവൾ ഏതറ്റം വരെ പോകും. അതായത് നിരാഹാരം കിടക്കുക അല്ലെങ്കിൽ വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക തുടങ്ങി അവളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ ചെയ്യും നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ വാശി എപ്പോഴും കൂടുതൽ പെൺകുട്ടികൾക്കായിരിക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്നത് കൊഞ്ചലാണ്. അതായത് ആൺകുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും കൂടുതലായിട്ട് കൊഞ്ചി നടക്കുക പെൺകുട്ടികളായിരിക്കും. പിന്നെ പെൺകുട്ടികൾ അവരുടെ കൊഞ്ചൽ അല്ലെങ്കിൽ ഇങ്ങനെ കുസൃതി കളികൾ ഇതൊക്കെ കാണിക്കുക അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോടായിരിക്കും. അതായത് ഇപ്പോൾ അവരുടെ പേരൻസിനോടാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അവരുടെ അനിയൻ, അനിയത്തി, സിസ്റ്റർ അങ്ങനെ തുടങ്ങി അവരോടൊക്കെ കൊഞ്ചൽ കാണിക്കും. പുറത്ത് കൊഞ്ചൽ, അതായത് പുറത്ത് ആ ഒരു പെൺകുട്ടി ആരോടെങ്കിലും ഓവറായിട്ട് ഇങ്ങനെ കിടന്ന് കൊഞ്ചുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്ത് മാത്രമാണ്. പൊതുവെ ഗേൾസ് എല്ലാവരും അങ്ങനെയാണ്. അവർ ആരെയെങ്കിലും കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കുറച്ച് വാശി അല്ലെങ്കിൽ കൊഞ്ചൽ, കുസൃതി കളികൾ ഇതൊക്കെ വല്ലാതെ കാണിക്കും. ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഒക്കെ ഇത് ഇഷ്ടപ്പെടും, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും അവൾ നിർത്തതൊന്നുമില്ല. കൂടുതലായിട്ടും കൊഞ്ചലും കുസൃതിയും കളികളൊക്കെ അവൾ കാണിച്ചുകൊണ്ടേ ഇരിക്കും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഓവറായിട്ട് നിങ്ങളുടെ അടുത്ത് മാത്രം കിടന്ന് കൊഞ്ചുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി നമ്മുടെ തേർഡ് പോയിന്റ് ആണ് ഇപ്പോൾ നോക്കിയത്. ഫോർത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് ഒരു പെൺകുട്ടി അവളുടെ ഉള്ളിലുള്ള ഒരു ചൈൽഡിഷ് നേച്ചർ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. പെൺകുട്ടികൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കൊഞ്ചൽ, അതേപോലെ തന്നെയാണ് ചൈൽഡിഷ് നേച്ചർ. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പിണങ്ങുക, വാശി പിടിക്കുക തുടങ്ങി ഓവറായിട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ നിങ്ങളുടെ അടുത്ത് ചൈൽഡിഷ് നേച്ചർ കാണിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കിടന്ന് കൊഞ്ചുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഓവറായിട്ട് നിങ്ങളുടെ അടുത്ത് മാത്രം വന്ന് കിടന്ന് കൊഞ്ചുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു. ആ ഒരു പെൺകുട്ടിക്ക് ഒരു പക്ഷേ നിങ്ങളെ ഇഷ്ടമായിരിക്കും. ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്താണെന്ന് നോക്കാം. പെൺകുട്ടികൾ പൊതുവെ ആരോടെങ്കിലുമൊക്കെ ക്രഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫാൻറ്റസി ഡ്രീംസ് ഒക്കെ കാണും. അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അവനോടൊരു ക്രഷ് അടിച്ചു. അങ്ങനെയാണെങ്കിൽ
പെൺകുട്ടികൾ നന്നായിട്ട് ഇങ്ങനെ സ്വപ്നങ്ങൾ കാണും. അതായത് അവനുമായിട്ട് കറങ്ങി നടക്കുന്നത്, എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്, ഫുഡ് അടിക്കുന്നത് തുടങ്ങി പല കാര്യങ്ങളും ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കും. ആൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളിലും ഓവറായിട്ട്, അതായത് ആൺകുട്ടികൾ സ്വപ്നം കാണും, എന്നാൽ ആൺകുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചധികം ഓവറായിട്ട് സ്വപ്നം കാണുക എപ്പോഴും ഗേൾസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതൊന്നും അറിയാൻ നടക്കുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.